സ്റ്റാർട്ട് ചെയ്തു. വൈബ്രേഷൻ്റെ വേരിയസ് ടൈപ്സ് പറഞ്ഞു, അതിൻ്റെ ടേംസ് ഒക്കെ പറഞ്ഞു. ഫ്രീ വൈബ്രേഷൻ, ഫോഴ്സ്ഡ് വൈബ്രേഷൻ, ഡാംപ്ഡ് വൈബ്രേഷൻ, അങ്ങനെ 3 ടൈപ്പ് വൈബ്രേഷൻസ് ഉണ്ട്. ടൈപ്പ് ഓഫ് വൈബ്രേഷൻസ് നമുക്ക് ലോഞ്ചിറ്റ്യൂഡിനൽ, ട്രാൻസ്വേഴ്സ്, ടോർഷണൽ, അങ്ങനെ 3ആയിട്ട് തിരിക്കാം. അതിൽ ലോഞ്ചിറ്റ്യൂഡിനൽ വൈബ്രേഷൻ, ട്രാൻസ്വേഴ്സ് വൈബ്രേഷനാണ് 5th മൊഡ്യൂൾ നമ്മൾ പഠിക്കുന്നത്. ടോർഷണൽ വൈബ്രേഷനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുന്നത് നമ്മൾ ലാസ്റ്റ് 6th മൊഡ്യൂളിലാണ്. പിന്നെ അതിൻ്റെ മെയിനായിട്ട് വരുന്നത്, അപ്പോൾ അതിൽ നമ്മൾ ലാസ്റ്റ് നിർത്തിയത് നമ്മളുടെ ലോഞ്ചിറ്റ്യൂഡിനൽ വൈബ്രേഷൻസിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി കണ്ടുപിടിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ്. അപ്പോൾ ഒരു എക്സ്റ്റേണൽ ഫോഴ്സും ഇല്ല എങ്കിൽ നമുക്ക് അതിൻ്റെ ഫ്രീക്വൻസി നാച്ചുറൽ ഫ്രീക്വൻസി എന്നാണ് പറയുന്നത്. എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ടാകുമ്പോഴാണ് അവിടുത്തെ ഫ്രീക്വൻസി ഫോഴ്സ്ഡ് ഫ്രീക്വൻസി ആയിട്ട് വരുന്നത്. ഒരു ഡാമ്പിങ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ, അതായത് വൈബ്രേഷനെ സപ്രസ് ചെയ്ത് ഒരു ഡിക്രിമെൻ്റലായിട്ട് അതിനെ വൈബ്രേഷൻ ഇല്ലാതാക്കാൻ വേണ്ടി ഡാമ്പർ നമ്മൾ പിടിപ്പിക്കുമ്പോൾ ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെയാണ് ഡാംപ്ഡ് വൈബ്രേഷൻസിൽ വരുന്നത്. ഇതൊന്നുമില്ല, ഫ്രീ ആയിട്ട് ആ ഒരു നാച്ചുറൽ ഫ്രീക്വൻസിയിൽ അത് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെയാണ് ഫ്രീ വൈബ്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് 3 രീതിയിൽ, 3 മെത്തേഡിൽ നമുക്ക് ആ ഫ്രീ നാച്ചുറൽ വൈബ്രേഷനെ ഇക്വേഷൻ ഡെവലപ്പ് ചെയ്തെടുക്കാം. അതിൽ ഫസ്റ്റ് വണ്ണാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്, ഇക്വിലിബ്രിയം മെത്തേഡ് എന്ന് പറയും. നിങ്ങളുടെ സിലബസിൽ എനർജി മെത്തേഡ് എന്ന് പറയുന്ന ഒരു ടേം കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2ാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് എനർജി മെത്തേഡാണ്. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങൾ കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. ഇതിൽ നമ്മൾ പറഞ്ഞു ലോഞ്ചിറ്റ്യൂഡിനൽ വൈബ്രേഷൻ എന്ന് പറയുമ്പോൾ, ലോഞ്ചിറ്റ്യൂഡിനൽ വൈബ്രേഷനിൽ മെയിനായിട്ട് വരുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആക്സിസിന്, അതായത് സ്പ്രിങ് ഉൾപ്പെട്ടിട്ടുള്ള ഈ ആക്സിസിന് പാരലലായിട്ടുള്ള ടു ആൻഡ് ഫ്രോ മോഷനാണ് ലോഞ്ചിറ്റ്യൂഡിനൽ വൈബ്രേഷനിൽ വരുന്നത്. അതേസമയം ട്രാൻസ്വേഴ്സ് വൈബ്രേഷനിൽ വരുന്നത് ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള മോഷൻ, അതായത് ടു ആൻഡ് ഫ്രോ മോഷൻ ഇങ്ങനെയാണെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ, പെർപെൻഡിക്കുലർ ആണെങ്കിൽ അതിനെ ട്രാൻസ്വേഴ്സ് വൈബ്രേഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ പിന്നെ ടോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് ഇതിൽ ആ ഒരു ഈ ആക്സിസിന് വിത്ത് റെസ്പെക്ട് ടു ആക്സിസിന് ഒരു ഷിയർ സ്ട്രെസ് അല്ലെങ്കിൽ ഷിയർ ഫോഴ്സ്, ഒരു ടോർഷണൽ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്ന ആ ഒരു ടൈപ്പ് വൈബ്രേഷനെയാണ് ടോർഷണൽ വൈബ്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത് നിർത്തിയത് നമ്മളതിൻ്റെ ഫോഴ്സ് ഇക്വിലിബ്രിയം മെത്തേഡ്, അതൊരു നമ്മൾ ഒരു സ്പ്രിങ് കൺസിഡർ ചെയ്തു. ആ സ്പ്രിങ്ങിൽ നമ്മൾ എന്ത് ചെയ്തു, മാസ് ആഡ് ചെയ്തു. മാസ് ആഡ് ചെയ്യുമ്പോൾ അതൊരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ നിൽക്കും. ആ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ബി ആണ്. ആ ബിയിൽ അത് ഡെൽറ്റ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് മൂവ് ചെയ്തിട്ടാണ് അത് നിൽക്കുന്നത്. ഈ ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ നിന്ന് അതൊരു ഓസിലേഷൻ, ഒരു നാച്ചുറൽ ഫ്രീക്വൻസിയിൽ അത് ഓസിലേറ്റ് ചെയ്യാൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ ആ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് ഒരു എക്സ് ഡിസ്റ്റൻസ് അതിനെ പുള്ള് ചെയ്തു വലിക്കുന്നു, എന്നിട്ട് അതിനെ റിലീസ് ചെയ്യുന്നു. അപ്പോൾ എക്സ് ഡിസ്റ്റൻസ് വലിക്കുമ്പോൾ അത് സി എന്ന് പറയുന്ന പൊസിഷനിലേക്കാണ് അത് എത്തുന്നത്. ആ പൊസിഷനിൽ നിന്ന് അതൊരു ടു ആൻഡ് ഫ്രോ മോഷനിലേക്ക് വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. എന്തുകൊണ്ട്? ഈ ഒരു സ്പ്രിങ്ങിൻ്റെ ഇലാസ്റ്റിക് എനർജി സ്ട്രെയിൻ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത് കാരണം കൊണ്ട്. അപ്പോൾ ഈ ഈക്വിലിബ്രിയം പൊസിഷനിൽ നമുക്കറിയാം, ഈ ഈക്വിലിബ്രിയം പൊസിഷനിൽ അതിങ്ങനെ തന്നെ മൂവ് ചെയ്യാതെ നിൽക്കണമെങ്കിൽ ഇവിടുത്തെ വെയിറ്റ് എന്ന് പറയുന്നത്, അതായത് എം ജി എന്ന് പറയുന്നത് വെയിറ്റ് ഈക്വൽ ടു എന്തായിരിക്കണം, ഈ സ്പ്രിങ്ങിൻ്റെ ഫോഴ്സ് ആയിരിക്കണം. സ്പ്രിങ്ങിൻ്റെ ഫോഴ്സ് കെ എക്സ് എന്നൊക്കെ നമ്മൾ ചില ടെസ്റ്റിൽ മെൻഷൻ ചെയ്യാറുണ്ട്. ഇതിൽ സ്പ്രിങ് സ്റ്റിഫ്നെസ് നമ്മൾ എസ് എന്നാണ് എടുത്തിരിക്കുന്നത്. എസ് ഇൻറ്റു ഈ എക്സ് എന്ന് പറയുന്നത് ഇവിടെ അതിൻ്റെ സ്പ്രിങ് മാസ് അറ്റാച്ച് ചെയ്യാതെയുള്ള അതിൻ്റെ സ്പ്രിങ്ങിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് എ ആണ്. ആ പൊസിഷനിൽ നിന്ന് ബി വരെ എത്താനുള്ള ഡിസ്റ്റൻസ്, ആ ഡിസ്റ്റൻസ് ആണ് എക്സ് എന്ന് പറയുന്നത്, ഡെൽറ്റ എന്ന് നമുക്ക് പറയാം ആ ഡിസ്റ്റൻസ്. അപ്പോൾ സ്പ്രിങ്ങിൻ്റെ എലോങ്ങേഷനുള്ള മാസ് അറ്റാച്ച് ചെയ്തിട്ട് അതിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് വരുമ്പോൾ അത് എലോങ്ങേറ്റ് ചെയ്തിരിക്കുന്ന ഡിസ്റ്റൻസ് ആണ് ഡെൽറ്റ എന്ന് പറയുന്നത്. അപ്പോൾ വെയിറ്റ് ഈക്വൽ ടു എസ് ഡെൽറ്റ എന്ന് നമുക്ക് പറയാം. അപ്പോൾ അപ്വേർഡ് ഫോഴ്സ് ഈക്വൽ ടു ഡൗൺവേർഡ് ഫോഴ്സ്, അതായത് എസ് ഡെൽറ്റ ഈക്വൽ ടു എം ജി വെയിറ്റ് എന്ന് പറയുന്നത് അത് നമ്മൾ കിട്ടി. ഇനി നമ്മൾ ഇക്വിലിബ്രിയം മെത്തേഡ് എന്ന് പറയുന്നത്, അതായത് ഇക്വിലിബ്രിയം മെത്തേഡിൽ നമ്മുടെ ഡി-എലംബർട്ട്സ് പ്രിൻസിപ്പിൾ വഴി സം ഓഫ് ഇനേർഷ്യ ഫോഴ്സ് ആൻഡ് എക്സ്റ്റേണൽ ഫോഴ്സ് ഓൺ ദി ബോഡി ഇൻ എനി ഡയറക്ഷൻ ഈസ് ടു ബി സീറോ. അതാണ് ഇക്വിലിബ്രിയം മെത്തേഡിൻ്റെ കൺസെപ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഡി-എലംബർട്ട്സ് പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അതായത്
എഫ് ഈക്വൽ ടു എം എ എന്ന് പറയുന്നത് എഫ് പ്ലസ് മൈനസ് എം എ ഈക്വൽ ടു 0 എന്ന് പറയുന്നത് നമ്മൾ ഇക്വേഷൻ. എഫ് ഈക്വൽ ടു എം എ എന്ന് തിരിച്ചെടുത്ത് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇതാണ് ഇനേർഷ്യ ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനേർഷ്യ ഫോഴ്സ് പ്ലസ് ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ്. ഇനേർഷ്യ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നത് ആ മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടി കൊണ്ടാണ്. ആ മെറ്റീരിയലിന് ഈ നമ്മൾ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അതിന് റെസിസ്റ്റൻസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അതുകൊണ്ടാണ് ഇനേർഷ്യ ഫോഴ്സ് ഉണ്ടാവുന്നത്. അപ്പോൾ ആ ഒരു ഇക്വേഷനാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. എം ഇൻറ്റു എക്സ് ഡബിൾ ഡോട്ട് എന്ന് പറഞ്ഞാൽ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ എന്നാണ് എക്സ് ഡബിൾ ഡോട്ടിനെ ചുരുക്കി റെപ്രസെൻറ്റ് ചെയ്യുന്നത്. എം ഡെൽറ്റ എക്സ് പ്ലസ് എസ് എക്സ് എന്ന് പറയുന്നത് 0 ആണ്. നമുക്കറിയാം ഇതിന് നമുക്ക് മാസ് കൊണ്ട് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് എസ് ബൈ എം ഇൻറ്റു എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടും. ഇതെന്ന് പറയുന്നത് സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഇക്വേഷന് തുല്യമാണ്. സിമ്പിൾ ഹാർമോണിക് മോഷൻ നമുക്കറിയാം, നമുക്ക് ഒരു സർക്കിളിൽ ഒരു പോയിന്റ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ സർക്കിളിൽ ഒരു പോയിന്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിലെ ഓരോ പോയിന്റിൻ്റെയും ഒരു ഹൊറിസോണ്ടൽ ലൈനിലെ ലീനിയർ അതിൻ്റെ പ്രൊജക്ഷനാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഈ ഒരു ടു ആൻഡ് ഫ്രോ മോഷൻ ഒരു മീൻ പൊസിഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ഈ സർക്കിളിനെ. അപ്പോൾ ആ സർക്കിളിൻ്റെ സിമ്പിൾ ഹാർമോണിക് മോഷൻ ഇക്വേഷൻ നമ്മൾ എഴുതുമ്പോൾ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ഒമേഗ എൻ സ്ക്വയർ ഇൻറ്റു എക്സ് എന്ന് പറയുന്ന ഇക്വേഷനാണ് അതിൻ്റെ സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അതിൽ ഈ ഒമേഗ എന്ന് പറയുന്നത് ഈ പോയിന്റിൻ്റെ, നമ്മൾ ഈ ടു ആൻഡ് ഫ്രോ മോഷൻ എടുക്കുന്ന ആ പോയിന്റ് പ്രൊജക്ഷൻ എടുക്കുന്ന ആ പോയിന്റിൻ്റെ ആംഗുലർ വെലോസിറ്റിയാണ് ഒമേഗ എൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ ഫ്രീക്വൻസി ഓഫ് ദി നാച്ചുറൽ വൈബ്രേഷൻ എന്ന് പറയുന്നത് ഒമേഗ എൻ സ്ക്വയർ ഈസ് ഈക്വൽ ടു എസ് ബൈ എം എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഒമേഗ ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എസ് ബൈ എം നമുക്ക് കിട്ടും. ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1 ടൈം പീരീഡ് ആണ്, അല്ലെങ്കിൽ ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു 2π ബൈ ഒമേഗ. ഇങ്ങനെ കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ അത് വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. അങ്ങനെ നമുക്ക് ഫ്രീക്വൻസി ഇതിൽ നിന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ ഇക്വേഷൻ്റെ സൊല്യൂഷൻ, അതായത് സിമ്പിൾ ഹാർമോണിക് ഇക്വേഷൻ്റെ സൊല്യൂഷൻ മാത്തമാറ്റിക്കലി നോക്കിക്കഴിഞ്ഞാൽ ഈ എക്സിൻ്റെ വാല്യൂ, ഇവിടെ എക്സ് എന്ന് പറയുന്നതാണ് അൺനോൺ ആയിട്ടുള്ളത്. ആ എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് എ സൈൻ ഒമേഗ ടി പ്ലസ് ബി കോസ് ഒമേഗ ടി എന്ന് പറയുന്ന ഇക്വേഷൻ വഴിയാണ്. അതായത് സൊല്യൂഷൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. ഇതിൽ എയും ബിയും കോൺസ്റ്റൻ്റ് ആണ്. ആ കോൺസ്റ്റൻ്റ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് പല പല അസംഷൻസ് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഇക്വേഷൻ തന്നെ നോക്കുക. എക്സ് എന്ന് പറയുന്നത് നമ്മളുടെ എന്താണ്, നമ്മളൊരു ഡിസ്റ്റൻസ് അതിനെ പുള്ള് ചെയ്തതിന് ശേഷം വിടുന്നു, ആ ഡിസ്റ്റൻസ് ആണ് എക്സ് എന്ന് പറയുന്നത്. ആ എക്സ് നമുക്ക് കിട്ടുന്നത് ഈ നമ്മളുടെ സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടി. അതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ആ ഒരു എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലെ തന്നെ രണ്ട് കോൺസ്റ്റൻ്റ് ഉണ്ട്, എയും ബിയും. അത് കൂടാതെ സൈൻ അല്ലെങ്കിൽ കോസ് ആയിട്ടുള്ള ട്രിഗ്നോമെട്രിക് ആംഗിൾ ഇൻറ്റു ആംഗിളിനുള്ളിൽ വരുന്ന തീറ്റ എന്ന് പറയുന്നത് ഒമേഗ ടി ആണ്. തീറ്റ അതായത് ഈ ഒരു പ്രൊജക്ഷനിൽ ടേൺ ചെയ്യുന്ന ആംഗിൾ തീറ്റ ഈസ് അറ്റ് എ ടൈം ടി, ഏതെങ്കിലും ഒരു ടൈമിൽ ഇതിൻ്റെ ഒരു പർട്ടിക്കുലർ ടൈമിൽ അതിൻ്റെ പൊസിഷൻ എത്രയാണ്, ആ ടി ഇൻറ്റു ഒമേഗ എന്ന് പറയുന്നത് അതിൻ്റെ ഫ്രീക്വൻസി. ഓക്കെ, ഫ്രീക്വൻസി ഓഫ് ആംഗുലർ ഫ്രീക്വൻസി ഓഫ് റൊട്ടേഷൻ എന്ന് പറയുന്നത്, ആംഗുലർ വെലോസിറ്റി എന്ന് പറയും. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ പൊസിഷൻ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിലെ നമുക്ക് അൺനോൺ ആയിട്ടുള്ള ഈ കോൺസ്റ്റൻസുകൾ എയും ബിയും കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് പല രീതിയിലുള്ള അസംഷൻസ് ചെയ്യാവുന്നതാണ്. അതിലൊരു അസംഷനാണ് എ ഈസ് ഈക്വൽ ടു എക്സ് കോസ് എക്സ് ഇൻറ്റു കോസ് ഫംഗ്ഷൻ ആയിട്ടുള്ള ഒരു അസംഷൻ, ബി ഈക്വൽ ടു എക്സ് സൈൻ എന്ന് പറയുന്ന ഒരു അസംഷൻ. പിന്നെ അതുകൂടാതെ ഇതേപോലെ തന്നെ നേരെ തിരിച്ചും നമുക്ക് എ ഈക്വൽ ടു എക്സ് സൈൻ ബി കോസ് എന്നുള്ള, ബി എന്ന് പറയുന്നത് എക്സ് കോസ് എന്നുള്ള അസംഷൻ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഫൈനൽ എക്സിൻ്റെ വാല്യൂ കിട്ടുന്നത് ഇൻ ടേംസ് ഓഫ് എയിനെ എക്സ് കോസ് ഫൈവും എക്സ് സൈൻ ഫൈവ് ആയിട്ട് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ എക്സിൻ്റെ വാല്യൂ നമുക്ക് ഈ ഒരു സിംപ്ലിഫൈഡ് ഫോമിൽ കിട്ടുന്നത് എക്സ് ഇൻറ്റു സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവ് എന്ന് പറയുന്ന ഇക്വേഷൻ ആയിരിക്കും. ആ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവ് എന്ന് പറയുന്നത് നമ്മൾ ട്രിഗ്നോമെട്രിക് ഇക്വേഷൻസ് സിംപ്ലിഫൈ ചെയ്യുന്ന ആ ഒരു മെത്തേഡിൽ സിംപ്ലിഫൈ ചെയ്താൽ ഇവിടെ സൈൻ എ കോസ് ബി, കോസ് എ സൈൻ ബി എന്ന് പറയുന്ന അതിൻ്റെ ഷോർട്ട് ഫോം ആയിട്ടുള്ള ടേമാണ് സൈൻ എ പ്ലസ് ബി എന്ന് പറയുന്ന
ആ ഒരു രീതിയിൽ എഴുതിയിരിക്കും. സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ എന്ന് പറയുന്ന രീതിയിൽ. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ അടുത്ത അസംഷൻ സൈൻ കമ്പോണൻറ്റും കോസ് കമ്പോണൻറ്റും ആയിട്ട് എഴുതുമ്പോൾ എസ് കോസ് എ മൈനസ് ബി അല്ലെങ്കിൽ എസ് കോസ് ഒമേഗ എൻ മൈനസ് സൈ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടും. അപ്പോൾ ഇതെല്ലാം അസംഷനിലൂടെ നമുക്ക് അതിൻ്റെ എന്താണ് നമ്മൾ കോൺസ്റ്റൻറ്റുകളൊക്കെ വെച്ചിട്ട് നമുക്ക് ആ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഈ ഒരു നമ്മൾ കൊടുക്കുന്ന സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ആയിട്ടാണ് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ഓക്കെ, അതെല്ലാം മാത്തമാറ്റിക്കൽ ടേംസ് ആണ്. നിങ്ങൾ ടൈം കിട്ടുമ്പോൾ അത് നോക്കുക. അപ്പോൾ അതിൽ മെയിനായിട്ട് വരുന്നത് നമുക്കതിൻ്റെ ഫ്രീക്വൻസിയാണ്. നമുക്ക് നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ എത്രയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആ നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എൻ എന്ന് പറയുന്നത് 1/t ആണ്. ടി നമുക്ക് ടൈം പീരിയഡ് എന്ന് പറയുന്നത് 1 cycle of a motion is completed in an angle 2π. ദി പീരിയഡ് ഓഫ് വൈബ്രേഷൻ ടൈം പീരിയഡ് എന്ന് പറയും 2π ഒമേഗ എൻ ആണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഇക്വേഷൻ പ്രകാരം. അപ്പോൾ 2π ഒമേഗ എൻ എന്ന് പറയുന്നത് 2π ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് m/s അല്ലെങ്കിൽ ഒമേഗ എൻ എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് s/m ആണ്. അതെങ്ങനെയാണ് കിട്ടിയത്? നമ്മളുടെ ഈ ഒരു രണ്ട് ഇക്വേഷനും സെയിം ആണെന്നുള്ള രീതിയിൽ അസ്യൂം ചെയ്തതാണ്. കാരണം സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഇക്വേഷൻ ആയിട്ടാണ് നമ്മൾ ഇക്വിലിബ്രിയം മെത്തേഡ് വഴി നമ്മൾ സിംപ്ലിഫൈ ചെയ്തെടുത്ത ഇക്വേഷൻ വരുന്നത്. ഈ ഒമേഗ എൻ ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് s/m എന്ന് പറയുന്ന ഇക്വേഷൻ കിട്ടി. അതിനെ ഇവിടെ ടൈം പീരീഡിൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2π സ്ക്വയർ റൂട്ട് ഓഫ് m/s എന്ന് പറയും. കാരണം ഡിനോമിനേറ്റർ തിരിഞ്ഞു വരും, ഒമേഗ എൻ താഴ്ത്തായതുകൊണ്ട്. ഓക്കെ, ഇനി ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1/t ആണ്. അപ്പോൾ ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 1/t. അപ്പോൾ 1/2π ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് s/m ആണ് നമുക്ക് നാച്ചുറൽ ഫ്രീക്വൻസിയുടെ ഇക്വേഷനായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് നാച്ചുറൽ ലീനിയർ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. സർക്കുലർ ഫ്രീക്വൻസി എന്ന് പറയുന്ന ഈ സർക്കിൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സർക്കുലർ ഫ്രീക്വൻസി എന്ന് പറയുന്ന ടേം ഈ ഒരു വൈബ്രേഷൻ്റെ കേസിൽ നമ്മൾ പറയാറില്ല. കാരണം എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ഫ്രീക്വൻസീസ് ലീനിയർ ഫ്രീക്വൻസിയെ മാത്രമാണ് നമ്മൾ ഈ ഒരു വൈബ്രേഷൻ്റെ കേസിൽ മെൻഷൻ ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ അതാണ് ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് കിട്ടുന്നത് നമുക്ക് സൊല്യൂഷൻ കുറച്ചുകൂടി സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഈ നാച്ചുറൽ ഫ്രീക്വൻസീസിൻ്റെ വാല്യൂസ് കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്ത രീതിയിൽ തീറ്റയുടെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പല പല ആൻസേഴ്സ് നമുക്ക് കിട്ടും. അത് നമുക്ക് പല രീതിയിൽ അതിൻ്റെ കർവുകളൊക്കെ വരയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിലേക്കൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ജസ്റ്റ് ടൈം കിട്ടുമ്പോൾ നിങ്ങൾ നോക്കുക. ഓക്കെ, നമുക്കതിൻ്റെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അപ്പോൾ ഇഫ് ദി മോഷൻ ഈസ് സ്റ്റാർട്ടഡ് ബൈ ഡിസ്പ്ലേസിങ് ദി മാസ് ത്രൂ എ ഡിസ്റ്റൻസ് x0 ആൻഡ് ഗീവിങ് എ വെലോസിറ്റി v0 ദെൻ ദി സൊല്യൂഷൻ ഈസ് ഓക്കെ. അപ്പോൾ മോഷൻ തുടങ്ങുന്നത് x0 എന്ന് പറയുന്ന ആ ഒരു എലോങ്ങേഷനിൽ നിന്നാണ്. അതായത് ടൈം 0 നമ്മളിവിടെ എലോങ്ങേറ്റ് ചെയ്തിട്ട് ഒരു x0 എന്ന് പറയുന്ന പൊസിഷനിലേക്ക് ഇതിനെ എലോങ്ങേറ്റ് ചെയ്ത ആ ഒരു കണ്ടീഷനിലാണ് ഈ സിമ്പിൾ ഹാർമോണിക് മോഷൻ തുടങ്ങുന്നതെന്ന് വിചാരിക്കുക. അതായത് t=0 x0 ആയിരിക്കും. എക്സ് എന്ന് പറയുന്ന എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് x0 ആണെങ്കിൽ ആ ഒരു ടൈമിൽ അതിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നത് എന്നുള്ള രീതി നോക്കിക്കഴിഞ്ഞാൽ x=x0 x ഡോട്ട് അതായത് വെലോസിറ്റി എന്ന് പറയുന്നത് ആ ഒരു ടൈമിലെ വെലോസിറ്റിയാണ് dx/dt എന്ന് പറയുന്നത് v0 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇതിൻ്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എയും ബിയും ഒക്കെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. എക്സിൻ്റെ നമ്മൾ ഇനീഷ്യൽ എത്രയാണോ ആംപ്ലിറ്റ്യൂഡ് അതിന് കൊടുത്തിരുന്നത് എന്നുള്ള ടേംസിലേക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ കണ്ടീഷൻ നമ്മൾ ആ ഒരു ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ സൊല്യൂഷനായിട്ടുള്ള നമ്മൾ x=a sin ωt പ്ലസ് b cos ωt എന്ന് പറയുന്ന ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുമ്പോൾ a ഇൻറ്റു സൈൻ ωt എന്ന് പറയുന്നത് sin 0 അപ്പോൾ a ഇൻറ്റു 0 പ്ലസ് b ഇൻറ്റു കോസ് 0 എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ b ഇൻറ്റു 1 ഈക്വൽ ടു x0 എന്ന് പറയുന്നത്. അപ്പോൾ ബിൻ്റെ വാല്യൂ നമുക്ക് x0 എന്ന് കിട്ടി. ഇതുപോലെ തന്നെ അപ്പോൾ ബിൻ്റെ വാല്യൂ x0 കിട്ടിയപ്പോൾ നമ്മൾ പിന്നെ ഈ ഇക്വേഷന് ഡെറിവേറ്റീവ് എടുക്കുക. dx/dt എടുക്കുമ്പോൾ a sin ωt എ കോസ് ഒമേഗ ടി ഇൻറ്റു ഒമേഗ എൻ എന്ന് പറയുന്ന വാല്യൂ കിട്ടും. മൈനസ് ബി ഒമേഗ എൻ സൈൻ ഒമേഗ എൻ. അതായത്
ഡി എക്സ് ബൈ ഡി ടി ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നമ്മളുടെ വെലോസിറ്റി എന്ന് പറയുന്നത്. എക്സ് ഡോട്ട് എന്ന് പറയുന്നതാണ് വെലോസിറ്റി. അതിൻ്റെ ഇക്വേഷൻ കിട്ടും. അപ്പോൾ വി സീറോ ഡി എക്സ് ബൈ ഡി ടി എന്ന് പറയുന്നത് വി സീറോ ഈക്വൽ ടു എ ടൈം സീറോ വെലോസിറ്റി എന്ന് പറയുന്നത് കോസിൻ്റെ എ ഒമേഗ എൻ ഇൻറ്റു കോസ് സീറോ എന്ന് പറയുന്നത് 1 ആണ്. ബി ഇൻറ്റു സൈൻ ഒമേഗ എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ എ ഈക്വൽ ടു വെലോസിറ്റിയുടെ ടേംസിൽ നമുക്ക് കിട്ടും. ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണ്, ഇനീഷ്യൽ വെലോസിറ്റിയുടെയും ഇനീഷ്യൽ ഡിസ്പ്ലേ ആംപ്ലിറ്റ്യൂഡിൻ്റെയും ടേംസിൽ നമുക്ക് ഫൈനലി നമ്മളുടെ ഇക്വേഷൻ സൊല്യൂഷനായിട്ട് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. എക്സ് ഈക്വൽ ടു എയ്ക്ക് പകരം വി സീറോ ബൈ ഒമേഗ എൻ സൈൻ ഒമേഗ ടി പ്ലസ് ബിക്ക് പകരം എക്സ് സീറോ. അങ്ങനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് എഴുതാനായിട്ട് ഈ രീതിയിൽ സാധിക്കും. എന്നിട്ട് നമുക്ക് അതനുസരിച്ചിട്ടുള്ള ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ സർക്കിൾ റൊട്ടേറ്റ് ചെയ്യുന്നതും അതിൻ്റെ സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സ് ഓർഡിനേറ്റ് ആയിട്ട് വൈ ആക്സിസ് ആയിട്ട്, പിന്നെ തീറ്റ അതായത് ഒമേഗ ഇൻറ്റു ടി എന്ന് പറയുന്ന ആംഗുലർ വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് പറയുന്നത് എക്സ് ആക്സിസിലും എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കർവ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് എഴുതാം. ഇനി ഇതുപോലെ തന്നെ എക്സ് സീറോയിൽ നിന്നുള്ള ഡിസ്റ്റൻസിൽ തുടങ്ങാതെ അത് മാക്സിമം എക്സ് എന്ന് പറയുന്നത് എക്സ് സീറോ എന്ന് പറയുന്നത് എക്സ് ആയിട്ട് എടുത്താൽ മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ നിന്ന് തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ മീൻ പൊസിഷനിൽ നിന്ന് ഡിസ്പ്ലേസ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക അറ്റ് ടൈം ടി സീറോ മീൻ പൊസിഷനിലാണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് 0 ആണെങ്കിൽ അവിടെ നിന്ന് തുടങ്ങുമ്പോൾ വരുന്ന കർവിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ്, എക്സ് ഈക്വൽ ടു വി സീറോ ബൈ ഒമേഗ സൈൻ ഒമേഗ ടി. ഇതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് കിട്ടും. അപ്പം ഞാനത് മാത്തമാറ്റിക്കലായിട്ടുള്ള ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കാര്യങ്ങളൊന്നും ഞാൻ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മളുടെ മെയിനായിട്ട് ആ ഒരു മെത്തേഡിൽ, അതായത് നമ്മുടെ നാച്ചുറൽ ഫ്രീക്വൻസി കണ്ടുപിടിക്കാനുള്ള മെത്തേഡിൽ ഇക്വിലിബ്രിയം മെത്തേഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്, അതായത് ഫ്രീ ലോഞ്ചിറ്റ്യൂഡിനൽ വൈബ്രേഷനിൽ നാച്ചുറൽ ഫ്രീക്വൻസി കണ്ടുപിടിക്കാനുള്ള ഇക്വിലിബ്രിയം മെത്തേഡ് വഴി നമ്മൾ ഫ്രീക്വൻസി കണ്ടുപിടിച്ചത് അത് ഡി-എലംബേർട്സ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ടാണ്. ഈ ഡി-എലംബേർട്സ് പ്രിൻസിപ്പിളിൽ നമ്മളുടെ നെറ്റ് ഫോഴ്സ്, അതായത് ഇനേർഷ്യ ഫോഴ്സ് പ്ലസ് എക്സ്റ്റേണൽ ഫോഴ്സ് ഓൺ ദി ബോഡി, അതായത് വെയിറ്റ് എന്ന് പറയുന്ന ആ ഫോഴ്സ് എന്ന് പറയുന്നത് ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് 0 ആണെന്നുള്ള കൺസെപ്റ്റ് അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്ത് ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ ഡെവലപ്പ് ചെയ്തത്. അതിൽ നിന്നാണ് നമ്മുടെ നാച്ചുറൽ ഫ്രീക്വൻസി ഈക്വൽ ടു 1/2π സ്ക്വയർ റൂട്ട് ഓഫ് എസ് ബൈ എം എന്ന് പറയുന്ന ഇക്വിലിബ്രിയം മെത്തേഡിൽ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് അടുത്ത മെത്തേഡിലേക്ക് പോവാം. അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് എനർജി മെത്തേഡാണ്. എനർജി മെത്തേഡിൻ്റെ കൺസെപ്റ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, നാച്ചുറൽ ഫ്രീക്വൻസി ഡിറൈവ് ചെയ്തെടുക്കാൻ പറയുകയാണ്. ഒരു ലോഞ്ചിറ്റ്യൂഡൽ വൈബ്രേഷൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി ഡിറൈവ് ചെയ്തെടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്പെസിഫിക് ആയിട്ട് പറയുകയാണ് എനർജി മെത്തേഡ് വഴി നിങ്ങൾ ഡിറൈവ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഡിറൈവ് ചെയ്യേണ്ടത് ഇക്വിലിബ്രിയം മെത്തേഡ് വഴി നിങ്ങൾ ഡിറൈവ് ചെയ്തിട്ടുള്ള ഇക്വേഷൻ ആണ്. എല്ലാത്തിൻ്റെയും ഫൈനൽ ആൻസർ ഒന്ന് തന്നെയായിരിക്കും. ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 1/2π ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് എസ് ബൈ എം എന്ന് പറയുന്ന ഇക്വേഷൻ ആയിരിക്കും ഫൈനലി നമുക്ക് കിട്ടുന്നത്. പക്ഷേ നിങ്ങൾ ഡെറൈവ് ചെയ്തെടുത്ത് മെത്തേഡ് ഇക്വിലിബ്രിയം മെത്തേഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നതല്ല. അവിടെ ഒരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കുമെന്ന് വിചാരിക്കുക. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ ആൻസർ എഴുതാനായിട്ട്. അപ്പോൾ എനർജി മെത്തേഡ് എന്താണെന്ന് നോക്കാം. മറ്റേത് ഡി-എലംബേർട്സ് പ്രിൻസിപ്പിൾ ആയിരുന്നു. എനർജി മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണെന്നുള്ളൊരു കൺസെപ്റ്റിലാണ് എനർജി മെത്തേഡ് പറയുന്നത്. അതായത് ടോട്ടൽ നമുക്കിവിടെ ഒരു സ്പ്രിങ്ങിൽ നിന്ന് ഇത് ടു ആൻഡ് ഫ്രോ മോഷൻ മൂവ് ചെയ്യുമ്പോൾ, ഇക്വിലിബ്രിയം പൊസിഷനിൽ മൂവ് ചെയ്യുമ്പോൾ അവിടെ 2 തരം എനർജി ഉണ്ട്. ഒന്ന് പൊട്ടൻഷ്യൽ എനർജി, ഒന്ന് കൈനറ്റിക് എനർജി. ആ ഒരു ഇക്വിലിബ്രിയം പൊസിഷനിൽ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജിയിലായിരിക്കും അത് നിൽക്കുന്നത്. ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് അത് ചേഞ്ച് ചെയ്യുമ്പോൾ അത് എലോങ്ങേറ്റ് ചെയ്ത് അതിൻ്റെ എക്സ്ട്രീം എൻഡിലേക്ക് എത്തുമ്പോൾ അത് പൊട്ടൻഷ്യൽ എനർജി ആയിട്ടിരിക്കുന്നു. ആ പൊട്ടൻഷ്യൽ എനർജിയിൽ നിന്ന് പിന്നെ അത് ആ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ ഈ ഒരു പൊസിഷനിൽ നിന്ന് അത് എലോങ്ങേറ്റ് ചെയ്ത് കഴിഞ്ഞ് ഒരു മാക്സിമം എക്സ്ട്രീം എൻഡിലേക്ക് എത്തും. അതുപോലെ തന്നെ അത് കംപ്രസ് ചെയ്യുമ്പോഴോ തിരിച്ചു പോകുമ്പോഴും ഒരു എക്സ്ട്രീം എൻഡിലേക്ക് എത്തും.
ഈ രണ്ട് പൊസിഷനിൽ ഇത് ഇങ്ങനെ താഴത്തേക്ക് നമ്മൾ അത് എത്തി നമ്മൾ വലിച്ചു അതിൻ്റെ എക്സ്ട്രീം എൻഡിൽ എത്തുമ്പോഴത്തേക്കും അതിൻ്റെ കൈനറ്റിക് എനർജി ആ പോയിന്റിൽ 0 ആയിരിക്കും. അപ്പോൾ അതിൻ്റെ എനർജി എന്ന് പറയുന്നത് മാക്സിമം പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും. പിന്നെ ഇത് തിരിച്ച് നമ്മൾ ഫ്രീ ആയിട്ട് അത് ഓസിലേറ്റ് ചെയ്യുമ്പോൾ തിരിച്ചു പോയി മീൻ പൊസിഷനിൽ എത്തുമ്പോൾ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി 0 ആയിട്ട് മാക്സിമം കൈനറ്റിക് എനർജി എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക്. അപ്പോൾ ഇവിടെ മാക്സിമം പൊട്ടൻഷ്യൽ എനർജി, ഈ ഒരു കണ്ടീഷനിൽ മാക്സിമം കൈനറ്റിക് എനർജി. അപ്പോൾ നടുക്ക് മാക്സിമം കൈനറ്റിക് എനർജി വരും. പിന്നെ ഇത് ആ ഒരു മാക്സിമം കൈനറ്റിക് എനർജിയോട് കൂടി തന്നെ ഇത് അകത്തേക്ക് കംപ്രസ് ചെയ്ത് പോകും. കംപ്രസ് ചെയ്ത് പോയിട്ട് ഒരു പോയിന്റിൽ അത് കൈനറ്റിക് എനർജി 0 ആവും. ആ പോയിന്റിൽ പിന്നെയും ഇത് മാക്സിമം പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറും. അപ്പോൾ രണ്ട് എക്സ്ട്രീമിലും പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആവുകയും നടുക്ക് കൈനറ്റിക് എനർജി മാക്സിമം ആവുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ എനർജി മെത്തേഡിൽ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് അതല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് അല്ലെങ്കിൽ കൈനറ്റിക് എനർജി ആയിട്ട് ആയിരിക്കും അതിലുണ്ടാവുന്നത്. അപ്പോൾ ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള പോർഷനിൽ പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി ആയിട്ട്. അപ്പോൾ ഈ ഒരു ടോട്ടൽ എനർജി കോൺസ്റ്റന്റ് ആണെന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ അടുത്ത ഡെറിവേഷൻ ഡിറൈവ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ടോട്ടൽ എനർജി കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി കോൺസ്റ്റന്റ് ആണെങ്കിൽ സി ആണെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? കോൺസ്റ്റന്റിൻ്റെ ഡെറിവേറ്റീവ് എപ്പോഴും 0 ആയിരിക്കും. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് ടോട്ടൽ എനർജി വിൽ ബി 0. അപ്പോൾ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു എത്രയാണ്, പൊട്ടൻഷ്യൽ എനർജി എത്രയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ആൻസർ എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ½ mv² ആണ്. വി എന്ന് പറയുന്നത് എക്സിൻ്റെ ടേംസിൽ എഴുതുമ്പോൾ ഡെറിവേറ്റീവ് ഓഫ് dx/dt വിത്ത് റെസ്പെക്ട് ടു ടൈം ആ എക്സിൻ്റെ പൊസിഷൻ ചേഞ്ച് എന്ന് പറയുന്നതാണ്, ലീനിയർ ചേഞ്ച് എന്ന് പറയുന്നതാണ് വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ dx/dt ഹോൾ സ്ക്വയർ ½ m ഇൻറ്റു dx/dt ഹോൾ സ്ക്വയർ ആണ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. പിന്നെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് മീൻ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ മീൻ ഫോഴ്സ് എന്ന് പറയുന്നത് ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് നമുക്കിവിടെ Sx അതായത് നമ്മുടെ kx എന്ന് പറയുന്നത് സ്പ്രിങ്ങിൻ്റെ ഫോഴ്സ് ഉണ്ട്. അത് കൂടാതെ മാസ് സ്പ്രിങ്ങിൻ്റെ ഫോഴ്സ് മാത്രമേ അവിടെ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ലീനിയറായിട്ട് അതാണ് നമ്മൾ അവിടെ എടുക്കുന്നത്. ഓക്കെ, സ്പ്രിങ് ഫോഴ്സ് മാത്രമേ അവിടെ റീസ്റ്റോറിംഗ് ആയിട്ട് വരുന്നുള്ളൂ. കാരണം mg അത് നമ്മൾ ഇക്വിലിബ്രിയം പൊസിഷനിലാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ mg 0 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്നാണല്ലോ ഇത് താഴത്തേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇക്വിലിബ്രിയം പൊസിഷനിൽ ഓൾറെഡി വെയിറ്റ് ഇവിടെ ആഡ് ചെയ്ത് സ്പ്രിങ് എലോങ്ങേറ്റ് ചെയ്ത് ഇരിപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ വെയിറ്റ് പിന്നെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു പൊസിഷനിൽ നിന്നാണ് നമ്മളതിനെ എന്ത് ചെയ്യുന്നത്, നമ്മൾ അതിനെ പുൾ ചെയ്ത് അതിനെ ഓസിലേഷന് വിടുന്നത്. അപ്പോൾ ആ ഒരു ഓസിലേഷനിലേക്ക് വൈബ്രേറ്ററി മോഷനിലേക്ക് വിടുമ്പോൾ നമ്മളവിടെ കൺസിഡർ ചെയ്യേണ്ട ഫോഴ്സ് എന്ന് പറയുന്നത് Sx ആണ്. അതായത് സ്റ്റിഫ്നെസ് ഓഫ് ദി സ്പ്രിങ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്, ആ ഒരു എക്സ് എന്ന് പറയുന്ന ഡിസ്റ്റൻസ് മൂവ് ചെയ്തത് അത് പ്ലസ് വെയിറ്റിനോടുള്ള 0/2 എന്ന് പറയും. ടോട്ടൽ ഫോഴ്സ് ഡിവൈഡ് ബൈ മീൻ ഫോഴ്സ് എന്ന് പറയുന്നത് Sx/2 ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഫോഴ്സ് എക്സ് സ്റ്റിഫ്നെസ് ഓഫ് ദി സ്പ്രിങ് ഇൻറ്റു x²/2 എന്ന് പറയുന്ന ഒരു പൊട്ടൻഷ്യൽ എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മളുടെ എനർജി ഇക്വേഷൻ പ്രകാരം ഡെറിവേറ്റീവ് ഓഫ് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി 0 ആയിരിക്കണം. അപ്പോൾ ഇതിനെ ഡിറൈവ് ചെയ്യുക d/dt ഓഫ് ½ m ഇൻറ്റു dx/dt ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ dx/dt ഹോൾ സ്ക്വയറിൻ്റെ ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് d/dt ഓഫ് ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് അതായത് d/dt ഓഫ് 2x², x²ൻ്റെ 2 ഇൻറ്റു എക്സ് ആണ്. എക്സ് എന്ന് പറയുന്നത് ഇവിടെ dx/dt ആണ്. ഓക്കെ, dx/dt ഇൻറ്റു പിന്നെ എക്സിൻ്റെ ഡെറിവേറ്റീവ് അതായത് d²x/dt². ഇതൊക്കെ നിങ്ങൾ കണക്കിൽ പഠിക്കുന്നതാണ്, മാത്തമാറ്റിക്സിൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ചിലവർ മാത്തമാറ്റിക്സിൽ വീക്കായിട്ടുള്ള ആളുകളുണ്ടാവും. നോർമൽ കേസാണ്. നമ്മളിപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് ഇൻ്റഗ്രേഷനും ഡെറിവേഷനും ഒക്കെ കൃത്യമായിട്ട് അറിയുന്ന ആളുകളായിരിക്കില്ല.
നമ്മളുടെ ഈ ഒരു എന്താണ് പറയുന്നത്, ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലാണ് ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അത് കൃത്യമായിട്ട് അറിയണം. അല്ലെങ്കിൽ ഒരു പുറത്തുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം, ഞാനിപ്പോൾ PhD മലേഷ്യയിൽ ചെയ്തുകൊണ്ട് പറയുവാണ്, നമ്മുടെ പുറത്തൊക്കെയുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ എന്ന് പറയുന്നത് അവിടെ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അവർക്ക് ഇപ്പോൾ ഇതുപോലുള്ള പാർട്ടൊക്കെ ക്ലിയർ അല്ലാത്ത ആളുകൾക്കും ഫൈനൽ അത് നമുക്ക് വേറെ സോഫ്റ്റ്വെയറുകളൊക്കെ ഉപയോഗിച്ച് നിങ്ങളൊരു കമ്പനി ജോബ് പ്രൊഫൈലിലൊക്കെ പോകുമ്പോൾ നമുക്ക് ജോബിലൊക്കെ പോകുമ്പോൾ നമുക്ക് സോഫ്റ്റ്വെയർ വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ഈ ഇൻ്റഗ്രേഷൻ ഇതുപോലുള്ള കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ ഇതിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ഈ ഒരു ഡെറിവേഷൻ കാര്യങ്ങളൊക്കെ ഭയങ്കര പാടാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ അത് ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ച് ഈ ഒരു ടോപ്പിക് ഒഴിവാക്കി കളയരുത്. കാരണം അതിൻ്റെ ഫൈനൽ ഔട്ട്കം എന്താണെന്നുള്ള ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക, അതിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഡെറിവേഷൻ കാര്യങ്ങളൊക്കെ അത് അത്ര നിങ്ങൾക്ക് അറിയില്ലെങ്കിലും ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി ഇക്വേഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ചിലരുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഉണ്ട്, അത് ഞാൻ പല സ്റ്റുഡൻസിലും കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, അവരിങ്ങനെയുള്ള ഇക്വേഷൻസ്, ഡെറിവേഷൻ, നമ്മുടെ ഈ ഒരു വൈബ്രേഷൻ എന്ന് പറയുന്ന ഈ ടോപ്പിക്കിൽ തന്നെ ഒരുപാട് മാത്തമാറ്റിക്കൽ ഇൻ്റഗ്രേഷനും ഡിഫറൻസിയേഷനും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഓരോ ഇക്വേഷൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഈ ഒരു കേസിൽ എന്ന് പറയുമ്പോൾ അപ്പോൾ നമുക്ക് അതുകൊണ്ടിട്ട് ഈ ടോപ്പിക്ക് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ഒഴിവാക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാവരുത്. അത് കൃത്യമായിട്ട് നിങ്ങൾ നോക്കുക. ഓക്കെ, അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ കൺസെപ്റ്റ് മനസ്സിലാക്കുക. ഡെറിവേഷൻ ഒന്നും അറിയില്ലെങ്കിലും അല്ലെങ്കിൽ ഡെറിവേറ്റീവ് എടുക്കാൻ അറിയില്ല, ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസിൻ്റെ ഇക്വേഷൻസ് കൃത്യമായിട്ട് അറിയില്ല, എന്നാൽ പോലും നിങ്ങൾ എന്ത് ചെയ്യണം, അത് പഠിക്കാൻ ശ്രമിക്കണം. കാരണം അത് അറിയാത്തത് ഒരു തെറ്റായിട്ട് നിങ്ങൾ വിചാരിക്കരുത്. ഞാൻ പുറത്ത് എൻ്റെ പല രാജ്യങ്ങളിലുള്ള സുഹൃത്തുക്കളുണ്ട്, അവരുടെയൊക്കെ കാര്യങ്ങൾ, അവർ നല്ലോണം പഠിക്കുന്ന മാർക്കും സ്കോർ ചെയ്യുന്ന സ്റ്റുഡൻസ് വരെ അവർക്ക് ചിലപ്പോൾ കണക്കിന് വീക്കായിരിക്കാം, അല്ലെങ്കിൽ ഇതുപോലുള്ള കുറേ കാര്യങ്ങൾ അവർ വീക്കായിരിക്കാം. പക്ഷെ അവർ ഒരിക്കലും അവരുടെ സ്കൂളുകളിലോ കോളേജുകളിലോ ഏറ്റവും മോശമായിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കില്ല. നമ്മളുടെ ഇവിടെ മാത്രമാണ് ഈ ഒരു സിറ്റുവേഷൻ ഞാൻ കണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് കുറച്ച് ഡ്രോബാക്സ് ഉണ്ടാവും. ചിലപ്പോൾ ഞാനൊരു ആവറേജ് ആയിട്ടുള്ള, എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഞാനൊരു ആവറേജ് ആയിട്ടുള്ളൊരു സ്റ്റുഡൻ്റ് ആയിരുന്നു കോളേജുകളിലും സ്കൂളുകളിലൊക്കെ. അപ്പോൾ എനിക്ക് ഈ ഒരു മാത്തമാറ്റിക്കൽ ഡെറിവേഷൻസിലായാലും ഇൻ്റഗ്രേഷനിലൊക്കെ ആയാലും ഞാനൊരു ആവറേജ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ്, ഒരിക്കലും ഒരു ഹൈ മാർക്ക് സ്കോർ ചെയ്യുന്ന ഒരു സ്റ്റുഡൻ്റ് അല്ല. മാത്രമല്ല കാര്യങ്ങളൊക്കെ എഴുതി കുറച്ച് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ അപ്പോൾ എടുത്ത എഫേർട്ട് കൊണ്ടിട്ട് എനിക്ക് കുറച്ചധികം എഫേർട്ട് എടുക്കുന്നതുകൊണ്ട് എനിക്ക് പിന്നീട് അത് ഗുണപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. നമുക്കിതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നതൊക്കെ വളരെ കുറച്ച് സ്ഥലത്തേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ എയിം എന്തായിരിക്കണം, ഈ ഒരു കാര്യങ്ങൾ വൈബ്രേഷൻ എന്താണ്, അതുമൂലം ഉണ്ടാവുന്ന അതിൻ്റെ ആപ്ലിക്കേഷൻസ് എങ്ങനെയാണ് നമ്മളുടെ ഫീൽഡിൽ വരുന്നത്, ഇതൊക്കെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ കോഴ്സ് ഔട്ട്കം ആയിട്ട് വരുന്നത്. അപ്പോൾ അതിൽ ഇതുപോലുള്ള ഡെറിവേഷനുണ്ട്, ഇൻ്റഗ്രേഷനുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഈ പോർഷനെ തുടരുത് എന്നുള്ള രീതിയിൽ ആരും പോകരുത്. ഇത് ഞാൻ പറഞ്ഞത് ആ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു കേസ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഡെറിവേഷൻ എടുക്കുക, എന്നിട്ട് നമുക്ക് അതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇക്വേഷനായിട്ട് കിട്ടും m(d²x/dt² + sx=0) എന്ന് പറയുന്ന ഇക്വേഷൻ കിട്ടും. ഇത് സെയിം നമ്മളുടെ നമ്മൾ നേരത്തെ ചെയ്ത അതേ ഇക്വേഷൻ തന്നെയാണ്. x∬+ s/m(x=0) എന്ന് പറയുന്ന അതേ ഇക്വേഷൻ തന്നെയാണ്. അപ്പോൾ അതിൽ ആംഗുലർ ഫ്രീക്വൻസി ωn √(s/m) എന്ന് പറയുന്ന ആ ഒരു ഇക്വേഷൻ കിട്ടും. അപ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ f=1/2π √(s/m) എന്ന് പറയുന്ന ഫ്രീക്വൻസിയുടെ ഇക്വേഷനായിട്ട് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ എനർജി മെത്തേഡ് വഴിയും നമുക്കിത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഈ മൂന്നാമതൊരു മെത്തേഡ് കൂടിയുണ്ട്. ആ മെത്തേഡ് എന്ന് പറയുന്നതാണ് റേലീസ് മെത്തേഡ് എന്ന് പറയുന്നത്. റേലീസ് മെത്തേഡിൽ അവർ കൺസെപ്റ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ, ഇൻ ദിസ് മെത്തേഡ് ദി മാക്സിമം കൈനറ്റിക് എനർജി അറ്റ് ദി മീൻ പൊസിഷൻ where the potential energy 0 is made equal to the maximum potential energy or strain energy
അറ്റ് ദി എക്സ്ട്രീം പൊസിഷൻ. അപ്പോൾ ഇതിൽ അവർ ഇക്വേറ്റ് ചെയ്യുന്നത് മീൻ പൊസിഷനിലെ മാക്സിമം കൈനറ്റിക് എനർജിയും എക്സ്ട്രീം പൊസിഷനിലെ മാക്സിമം പൊട്ടൻഷ്യൽ എനർജിയും തമ്മിൽ ഇക്വേറ്റ് ചെയ്തിട്ട് അവരെന്ത് ചെയ്യുന്നു, ആ ഒരു ഫ്രീക്വൻസിയുടെ ടേം കണ്ടുപിടിക്കുന്നു. അപ്പോൾ കൈനറ്റിക് എനർജി മീൻ പൊസിഷനിൽ എത്രയാണെന്ന് നമുക്കറിയാം. അതിൻ്റെ മീൻ പൊസിഷനിൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് മാക്സിമം ആയിരിക്കും. മാക്സിമം എന്ന് പറയുമ്പോൾ ഹാഫ് എം വി സ്ക്വയർ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ എക്സ് ഈക്വൽ ടു എസ് സൈൻ ഒമേഗ ടി എന്ന് പറയുന്ന ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനിലാണ് നമ്മളിത് വർക്ക് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ എക്സ് സൈൻ ഒമേഗ എൻ ടി, എക്സ് എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡാണ്, ആംപ്ലിറ്റ്യൂഡാണ്. അപ്പോൾ എക്സ് സൈൻ ഒമേഗ ടിയെ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് ഡോട്ട് എന്ന് പറയുമ്പോൾ ഒമേഗ എൻ ഇൻറ്റു എക്സ് ഇൻറ്റു കോസ് ഒമേഗ എൻ ടി എന്ന് നമുക്ക് എഴുതാം. അല്ലെങ്കിൽ മാക്സിമം വാല്യൂ, ഇതിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് കോസ് 1 ആകുമ്പോഴാണ്, കോസ് ഒമേഗ ടി 1 ആകുമ്പോഴാണ്. അല്ലെങ്കിൽ എക്സ് ഡോട്ട് എം എൻ എന്ന് പറയുന്നത് മാക്സിമം എന്ന് പറയുന്നത് ഒമേഗ ടി ആണ്. ഓക്കെ, ഇതിൻ്റെ വാല്യൂ എക്സ് ഈക്വൽ ടു എക്സ് സൈൻ ഒമേഗ ടി ആണ് സിമ്പിൾ ഹാർമോണിക് മോഷനായിട്ട് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിൻ്റെ വെലോസിറ്റി, മാക്സിമം വെലോസിറ്റി അറ്റ് ദി സെൻറ്റർ, മാക്സിമം വെലോസിറ്റി വരുന്നത് ഒമേഗ ടി ആണ്. അത് മാക്സിമം വെലോസിറ്റി ഈ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനിൽ അതിൻ്റെ സെൻറ്റർ പോയിന്റിലാണ് വരുന്നത്. അപ്പോൾ ഹാഫ് എം വി സ്ക്വയറിൻ്റെ സ്ഥാനത്ത് വിക്ക് പകരം നമുക്ക് എന്ത് ചെയ്യാം? ഒമേഗ എൻ ഇൻറ്റു ടി എന്ന് പറയുന്ന ഒമേഗ ഇവിടെ ടി അല്ല കേട്ടോ, ഇവിടെ എക്സ് ആണ്. എക്സ് എന്ന് പറയുന്നതിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ്. ഓക്കെ, അപ്പോൾ ഒമേഗ എൻ ഇൻറ്റു എക്സ് എന്ന് നമുക്ക് മാക്സിമം ആംപ്ലിറ്റ്യൂഡ് എക്സ് എന്ന് നമുക്ക് എടുക്കാം. ഈസ് ഈക്വൽ ടു എന്താണ്? ഹാഫ് എസ് എക്സ് പൊട്ടൻഷ്യൽ എനർജി അറ്റ് ദി എക്സ്ട്രീം പൊസിഷൻ. എക്സ്ട്രീം പൊസിഷനിൽ എക്സ് എന്ന് പറയുന്നത് എക്സ് ആയിരിക്കും. സൈൻ ആംഗിൾ എന്ന് പറയുന്നത് 1 ആയിട്ട് മാറിക്കഴിഞ്ഞാൽ, അതായത് സൈൻ ഒമേഗ ടി 1 ആയി കഴിഞ്ഞാൽ അതിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് എക്സ് ആണ്. എക്സ് ആയിരിക്കും അത് ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് മാക്സിമം വരെ എലോങ്ങേറ്റ് ചെയ്യുന്നത്. ആ പൊസിഷനിൽ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് എസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്ന ഇക്വേഷനാണ്. മീൻ ഫോഴ്സ് ഇൻറ്റു എക്സ് എന്ന് പറയുന്ന ഡിസ്റ്റൻസ്. അപ്പോൾ മാക്സിമം പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ഹാഫ് സ്റ്റിഫ്നെസ് ഓഫ് ദി സ്പ്രിങ് ഇൻറ്റു എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷനാണ് വരുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എം ഇൻറ്റു ഒമേഗ സ്ക്വയർ ഈസ് ഈക്വൽ ടു എസ് എന്ന് വരും. ഒമേഗ എൻ എന്ന് പറയുന്നത് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എസ് ബൈ എൻ. അപ്പോൾ ഇതും സെയിം ഇക്വേഷൻ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ വൈബ്രേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ കേസാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി ഇൻ വെർട്ടിക്കൽ വൈബ്രേഷൻ സിസ്റ്റം വൈബ്രേറ്റ്സ് അബൌട്ട് ദി സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം പൊസിഷൻ അസ്യൂം ടു ബി mass after its suspension. About the figure 8.5. In the case of horizontal vibration system, or the gravity has no effect on its motion and thus the system vibrates about the original equilibrium position. അപ്പോൾ 3 മെത്തേഡ് വഴി നമ്മൾ അതിൻ്റെ ആൻസർ കണ്ടുപിടിച്ചു, ഫ്രീക്വൻസിയുടെ ആൻസർ. ഇനി വേറൊരു കേസ് ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ വൈബ്രേഷനിൽ തന്നെ വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ ആയിട്ട് നമുക്ക് തിരിച്ചു കഴിഞ്ഞാൽ അത് ആക്സിസിന് പാരലായിട്ടാണ് വൈബ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ, ഇവിടെ ആക്സിസ് ഇതാണ്, ആക്സിസിന് പാരലായിട്ടാണ് ഇത് വൈബ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ ലോഞ്ചിറ്റ്യൂഡിനൽ വൈബ്രേഷൻ ആയിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ കേസിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഇവിടെ ഇതിൻ്റെ സ്പ്രിങ്ങിൻ്റെ വെയിറ്റ് ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ഇവിടെ വെയിറ്റ് എന്ന് പറയുന്നത് 0 ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. കാരണം അത് റോളറിലാണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് അതിനെ ഒരു എക്സ് ഡിസ്റ്റൻസ് വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പ്രിംഗ് ഫോഴ്സ് അവിടെ ഒരു ഓസിലേറ്ററി മോഷൻ ക്രിയേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ടു ആൻഡ് ഫ്രോ മോഷൻ ക്രിയേറ്റ് ചെയ്യും. ആ ടു ആൻഡ് ഫ്രോ മോഷനിൽ നമ്മളിവിടെ വീലിൻ്റെ ഫ്രിക്ഷനൊക്കെ നെഗ്ലിജിബിൾ ആയിട്ട് കൺസിഡർ ചെയ്യണം. നെഗ്ലക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇൻഫിനിറ്റ് ആയിട്ട് അത് നാച്ചുറൽ ഫ്രീക്വൻസിയിൽ അത് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതാണ് ലോഞ്ചിറ്റ്യൂഡൽ വൈബ്രേഷനിൽ ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ വെർട്ടിക്കൽ കമ്പോണന്റ് എന്ന് പറയുന്നത്. വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും എങ്ങനെ വരുന്നു. അപ്പോൾ ഫ്രീക്വൻസി ഡിറൈവ് ചെയ്യുന്ന 3 മെത്തേഡുകൾ നമ്മൾ പഠിച്ചു ഫ്രീ വൈബ്രേഷൻ്റെ ലോഞ്ചിറ്റ്യൂഡിനൽ കേസിൽ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലത്തിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് 1-2 കൂടി കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ എന്ന് പറയുന്ന ടൈറ്റിൽ നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി, ആക്സിലറേഷൻ ഈ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനിൽ
എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. അതായത് ദി ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദി മാസ് ഫ്രം ദി മീൻ പൊസിഷൻ അറ്റ് എനി ഇൻസ്റ്റന്റ് എന്ന് പറയുന്നത് നമുക്ക് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവ് എന്ന് പറയുന്ന ഇക്വേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വെലോസിറ്റി എന്ന് എഴുതാം. ഇതിൻ്റെ ഡെറിവേറ്റീവ് ആയിട്ട് എടുക്കാം. എക്സ് ഡോട്ട് എന്ന് പറയുന്നത് ഡി എക്സ് ബൈ ഡി ടി ആണ്. അപ്പോൾ നമുക്ക് എക്സ് എന്ന് പറയുന്നത് മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ആണ്. സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവ്, അതായത് ഇതിൻ്റെ സിമ്പിൾ ഹാർമോണിക് മോഷനിൽ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു റൊട്ടേറ്ററി മോഷനായിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിന് എങ്ങനെ എഴുതാം? സൈൻ കമ്പോണൻ്റ് ആയിട്ട് എടുക്കാം. ഒമേഗ ടി പ്ലസ് ഫൈവ് എന്ന് പറയുന്ന ഒരു കമ്പോണൻ്റ് ആയിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വെലോസിറ്റി, ആക്സലറേഷൻ എല്ലാം കണ്ടുപിടിക്കുക. അത് ഇതാണ് വരുന്നത്. അതിൻ്റെ ഇക്വേഷൻസ് ഇങ്ങനെയാണ് വരുന്നത്. ഫൈവ് ആയിട്ട്, അതായത് അതിൻ്റെ വെലോസിറ്റി, ആംഗുലർ വെലോസിറ്റി ഒരു ഫോഴ്സിലായിട്ട് വരുന്നതാണ്. ഒരു ഫൈവ് ആയിട്ട് ആംഗിളിൽ എടുത്തു കഴിഞ്ഞാൽ ഒമേഗ ടി പ്ലസ് ഫൈവ് എന്ന് പറയുന്ന ഒരു ഇക്വേഷനാണ് നമുക്ക് വരുന്നത്. അപ്പോൾ അതിൻ്റെ വെലോസിറ്റി, ആക്സലറേഷൻ ഇതെല്ലാം ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കിപ്പോയാൽ മതി. നിങ്ങളുടെ ഒരു മാത്തമാറ്റിക്കൽ ഇത് വെച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇനി നോക്കാനുള്ളത്, ഓക്കെ, നമ്മളിപ്പോൾ ഈ ഒരു ഫ്രീ വൈബ്രേഷൻ്റെ കേസിൽ നമ്മൾ മാസ് ഓഫ് ദി സ്പ്രിങ് കൺസിഡർ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ അല്ലെങ്കിൽ ഇനേർഷ്യ ഓഫ് ദി സ്പ്രിങ്ങിൻ്റെ വാല്യൂ നമ്മൾ കൺസിഡർ ചെയ്തിട്ടില്ല. അപ്പോൾ അത് ഇനേർഷ്യ എഫക്റ്റ് കൂടി കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇക്വേഷൻ വരുന്നത് നമുക്ക് നോക്കാം. ഇനേർഷ്യ എഫക്റ്റ് കൂടി കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ ഫൈനൽ ഫ്രീക്വൻസി എങ്ങനെയാണ് വരുന്നത് ആണ് നമുക്കിപ്പോൾ നോക്കേണ്ടത്. അപ്പോൾ മാസ് ഓഫ് ദി സ്പ്രിങ് എന്ന് പറയുന്നത് എം ഡാഷ് ആണെങ്കിൽ, പെർ യൂണിറ്റ് ലെങ്ത്തിൽ എം ഡാഷ് ആണ് സ്പ്രിങ്ങിൻ്റെ മാസ് എങ്കിൽ, വെലോസിറ്റി വി എന്ന് പറയുന്നത് ഫ്രീ എൻഡ് ഓഫ് ദി സ്പ്രിങ്ങിൻ്റെ വെലോസിറ്റിയും ആണെങ്കിൽ, എൽ എന്ന് പറയുന്നത് ടോട്ടൽ ലെങ്ത് ഓഫ് സ്പ്രിങ് വയറിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എൽ ആണെങ്കിൽ, കൈനറ്റിക് എനർജി ഓഫ് ദി എലമെൻറ്റ് ഒരു സ്മോൾ പോർഷൻ വൈ എന്ന് പറയുന്ന ഒരു സ്മോൾ പോർഷൻ നമ്മൾ സ്പ്രിങ്ങിൽ കൺസിഡർ ചെയ്യുക. ഓക്കെ, സ്പ്രിങ്ങിൻ്റെ ഫ്രീ എൻഡ് ഇതാണ്. ഒരു സ്മോൾ പോർഷൻ നമ്മൾ സ്പ്രിങ്ങിൽ കൺസിഡർ ചെയ്യുക, വൈ എന്ന് പറയുന്ന എലമെൻറ്റ്. ആ വൈൻ്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്, ഈ വൈ എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു മാസ് ഓഫ് ദി എലമെൻറ്റ് ഇൻറ്റു വെലോസിറ്റി ഓഫ് ദി എലമെൻറ്റ് ഹോൾ സ്ക്വയർ. ഹാഫ് മാസ് ഓഫ് ദി എലമെൻറ്റ് എന്ന് പറയുന്നത് എം ഡാഷ് ഇൻറ്റു ഡെൽറ്റ വൈ ആണ് സ്മോൾ പോർഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതേ ഇൻറ്റു പെർ യൂണിറ്റ് ലെങ്ത് ആകുമ്പോഴത്തേക്ക്, അപ്പോൾ എം ഡാഷ് ഇൻറ്റു ഡെൽറ്റ വൈ ഇൻറ്റു വെലോസിറ്റി ഓഫ് ദി എലമെൻറ്റ്. ആ ഒരു എലമെൻറ്റിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് വൈ ബൈ എൽ എന്ന് പറയുന്നത്, വൈ എന്ന് പറയുന്ന ആ സ്മോൾ എലമെൻറ്റ് ടോട്ടൽ ലെങ്ത് ഇൻറ്റു വി എന്ന് പറയുന്നതാണ് വെലോസിറ്റി ഓഫ് എലമെൻ്റ് ആയിട്ട് വരുന്നത്. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഹാഫ് എം വി സ്ക്വയർ. അപ്പോൾ ഹാഫ് എം വി സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ 0 ടു എൽ 1/2 എം ഡാഷ് വി സ്ക്വയർ ഇൻറ്റു വൈ ബൈ എൽ ഹോൾ സ്ക്വയർ ഡി വൈ നമുക്ക് കിട്ടും. അപ്പോൾ 0 ടു എൽ വരെ ഇത് എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ കൈനറ്റിക് എനർജി ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഒരു സ്മോൾ എലമെൻറ്റ് നമ്മൾ കൺസിഡർ ചെയ്തിട്ട് അതിൻ്റെ ഹോളായിട്ട് അതിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് ഫൈനലി കിട്ടുന്നത് 1/3 ഓഫ് ഹാഫ് എം ഡാഷ് എൽ ഇൻറ്റു വി സ്ക്വയർ എന്ന് പറയുന്ന ഒരു ഇക്വേഷനാണ് നമുക്ക് കിട്ടുന്നത്. അതായത് 1/3 ഇൻറ്റു kinetic energy of mass equal to that of spring moving with the same velocity at free end. അപ്പോൾ 1/3 ഓഫ് ഒരു 1/3 ഓഫ് ദി കൈനറ്റിക് എനർജി ഓഫ് ദി മാസ്, സ്പ്രിങ്ങിൻ്റെ ഒരു അറ്റത്ത് റെസിപ്രോക്കേറ്റ് ചെയ്യുന്ന മാസിൻ്റെ കൈനറ്റിക് എനർജിയുടെ 1/3 ആണ് നമുക്ക് കൈനറ്റിക് എനർജി ഓഫ് സ്പ്രിങ്ങിൻ്റെ കേസിൽ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, 1/3 of kinetic energy of the mass equal to that of spring moving with the same velocity at the free end. ഫ്രീ എൻഡിൽ മൂവ് ചെയ്യുന്ന കൈനറ്റിക് എനർജിയുടെ ആ ഒരു ഈ ഒരു എൻഡിൻ്റെ കൈനറ്റിക് എനർജിയുടെ 1/3 ആണ് നമുക്ക് കൈനറ്റിക് എനർജി ഓഫ് ദി ഹോൾ സ്പ്രിങ്ങിൻ്റെ കേസിൽ കിട്ടുന്നത്. അപ്പോൾ അത് നമ്മൾ എടുക്കാൻ നേരത്ത്, അത് നമ്മൾ അക്കൗണ്ട് ചെയ്യാൻ നേരത്ത് നമ്മളുടെ നാച്ചുറൽ ഫ്രീക്വൻസി ഇക്വേഷനിലേക്ക് അക്കൗണ്ട് ചെയ്യുമ്പോൾ ഫ്രീക്വൻസി എന്നത് 1/2π ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ്, അതായത് ഇവിടെ ഒരു മിസ്സിംഗ് ഉണ്ട്, ഈ ഒരു ടെക്സ്റ്റിലൊരു മിസ്റ്റേക്ക് ഉണ്ട്. 1/2π ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് എസ് ബൈ എം എന്നായിരുന്നു. ആ എമ്മിൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് ചെയ്യണം, മാസ് ഓഫ് ദി മാസ് നമ്മൾ ആ സ്പ്രിങ്ങിൻ്റെ അറ്റത്ത് അറ്റാച്ച് ചെയ്യുന്ന മാസ് പ്ലസ് M1 എന്ന് പറയുന്നത് മാസ് ഓഫ് ദി സ്പ്രിങ് ആണ്. ഹോൾ സ്പ്രിങ്ങിൻ്റെ മാസ് M1 ആണെന്ന് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ 1/3 M1/3.
ഇതാണ് ടോട്ടൽ മാസ് ഓഫ് ദി ടോട്ടൽ ഫ്രീക്വൻസി ഓഫ് ദി ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ വൈബ്രേഷൻ ഓഫ് ദി സ്പ്രിംഗ് എന്ന് പറയുന്നത് നമ്മൾ സ്പ്രിങ്ങിൻ്റെ മാസ് കൂടി കൺസിഡർ ചെയ്താൽ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡെറിവേഷനാണ് നമ്മൾ പറഞ്ഞത്. ഫൈനൽ ഇക്വേഷൻ മാത്രം നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, നമുക്കിപ്പോൾ ഒരു ബ്രേക്ക് കഴിഞ്ഞിട്ട് തുടങ്ങാം. ജസ്റ്റ് ഒന്ന് അറ്റൻഡൻസ് എടുത്തിട്ട് നമുക്കൊരു 10 മിനിറ്റ് ബ്രേക്ക് കഴിഞ്ഞിട്ട് അടുത്ത അവർ തുടങ്ങാം.